ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ മാത്സിൽ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത് ഡെറിവേറ്റീവ്സ് ആൻഡ് ലിമിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്നത് ഈ ഡെറിവേറ്റീവ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് നമ്മൾ എങ്ങനെയാണ് എത്തി എന്നുള്ള വെലോസിറ്റി ഉള്ള ഒരു കോൺസെപ്റ്റും പിന്നെ ടാൻജൻ എന്നുള്ള ഒരു കോൺസെപ്റ്റും പഠിച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോകുന്നത്. നിങ്ങളെല്ലാം പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ആ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് നമ്മൾ എവിടുന്ന് വന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. അതാണ് ഫസ്റ്റ് സെക്ഷനിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെലോസിറ്റിയാണ്. നമുക്കറിയാം ഒരു വെലോസിറ്റി എന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എന്തായിട്ട് പറയാറുള്ളത്, വെലോസിറ്റി ആയിട്ട് പറയാറുള്ളത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഇനിയും അതിൽ നമ്മൾ ഈ വെലോസിറ്റിയുടെ കേസിൽ രണ്ട് കേസുകളാണ് ഇവിടെ പഠിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി. രണ്ട് കോൺസെപ്റ്റ് ആണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് വെലോസിറ്റിയിൽ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഡെഫിനിഷൻ എന്താന്നുള്ളത് ഇവിടെ ഉണ്ട്. അതിന് നിങ്ങൾ ഇതിന്ന് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഡ്യൂറിംഗ് എ ടൈം ടി ഇന്റർവൽ ഡെൽ എക്സ് ഈസ് ഡിഫൈൻഡ് simply as the distance travel divided by the elapsed time. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് നമ്മൾ വെലോസിറ്റിനെ രണ്ടായിട്ട് ഒരു കോൺസെപ്റ്റ് മാറ്റുന്നുള്ളൂ. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം എലാപ്സ്ഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ട്രാവൽഡിനെയാണ് നമ്മൾ ഡെൽ വൈ എന്ന് പറയുന്നത്, ടൈം എലാപ്സ്ഡ് ആണ് ഡെൽ എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ദിസ് ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അതാണ് ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? ഡെൽ വൈ ബൈ ഡെൽ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ ഡെഫിനിഷൻ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അതൊന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് തന്നെയാണ്, ആവറേജ് വെലോസിറ്റി തന്നെയാണ്. ആവറേജ് വെലോസിറ്റിയിൽ ഡെൽ എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ കണക്കാണെങ്കിൽ, അതായത് ആവറേജ് വെലോസിറ്റി കിട്ടുന്ന ആൻസറിൽ ഡെൽ എക്സിനെ നിങ്ങൾ എന്തിലോട്ട് വിട്ടാൽ മതി, സീറോയിലേക്ക് വിട്ടാൽ മതി. ഇനിയിപ്പോ ഇൻ കേസ് ഡെൽ എക്സ് കടക്കുന്നില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു നമ്പർ ആയിട്ട് തന്നെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, ചില കേസിൽ നമ്മൾ വെറും വേരിയബിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽ എക്സ് ആയിട്ട് വരും. അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്ന ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് സംതിങ് 7 പ്ലസ് ഡെൽ എക്സ് ആയിരിക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ഇൻസ്റ്റന്റിനുള്ള വെലോസിറ്റിയാണ് ഫൈൻഡ് ചെയ്യണത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ 7 പ്ലസ് ഡെൽ എക്സ് ആണ് നിങ്ങൾക്ക് ആവറേജ് വെലോസിറ്റി കിട്ടിയതെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെൽ എക്സിനെ നിങ്ങൾ എന്തിലോട്ട് വിടുക, സീറോയിലേക്ക് വിടുക. അതാണ് അപ്പൊ നമുക്ക് എന്താ വരിക, 7 പ്ലസ് ഡെൽ എക്സിൽ ഡെൽ എക്സ് സീറോയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക, 7. അതാണ് നമ്മൾ എന്തായിട്ട് പറയാം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിട്ട് പറയുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റ് ആണ്, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തോളൂ. ലെറ്റ് y is equal to 3x square plus x represent the distance a bus has traveled in meters after x second. Find del y and the average velocity during the time interval del x for the following equations. 3 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേപോലെ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതെടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, നമുക്ക് y എന്താന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, y is equal to 3x square plus x എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വൈനെ തന്നെ കേട്ടോ നമ്മൾ എന്തെന്ന് വിളിക്കണത്. അപ്പൊ നിങ്ങൾക്ക് അത് ഒരു പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ഇനി അഥവാ നിങ്ങളത് വിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ വൈനെ തന്നെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം എന്ത് തന്നെയാണ്, വൈ തന്നെയാണ് കേട്ടോ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x square plus x ആണ്. വൈ എന്ന് പറയുന്നതും 3x square x plus ആണ്. അതായത് വൈ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സെക്ഷനിൽ തന്നത് എക്സ് നോട്ട് എന്നുള്ള വാല്യൂ 2ഉം
ഡെൽറ്റ എക്സ് എന്നുള്ള വാല്യൂ 0.5 ആവുമ്പോൾ ഉള്ള ആവറേജ് വെലോസിറ്റി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽ വൈ ബൈ ഡെൽ എക്സ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ശ്രദ്ധിക്കട്ടോ, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇനി നമ്മുടെ സിറ്റുവേഷൻസ് നോക്കാം. y നമുക്ക് തന്നിട്ടുണ്ട്, അതായത് y എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്യേണ്ട അവിടെ? ഇതാണ് നമുക്ക് കാണേണ്ട ആവറേജ് വെലോസിറ്റി. ഇതല്ല ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഫൈൻഡ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ വേണ്ടത് നോക്കിക്കേ. എഫ് ഓഫ് എക്സ് നോട്ട് വേണം, അതുപോലെ തന്നെ എന്തും വേണം? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും വേണ്ടേ? അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് നമുക്ക് എവിടുന്നാ കിട്ടുക? എഫ് ഓഫ് എക്സ് നോട്ട് നമുക്ക് കിട്ടുക എഫ് ഓഫ് എക്സില്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? വൈ ആണ്. അതെന്താണ്? എഫ് ഓഫ് എക്സില്. ഇനി ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഈ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് തന്നിട്ടില്ലല്ലോ എന്ന് ആരും വിചാരിക്കരുത്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറയുന്നത്. ഈ വൈനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ എഫ് ഓഫ് എക്സില് എക്സ് കാണുന്നോടത്തൊക്കെ നിങ്ങൾ എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് നോട്ട് എന്താണ്? ഇവിടെ എക്സ് നോട്ട് എന്താ തന്നിട്ടുണ്ട്? 2 ആണ്. അതായത് നമുക്ക് കാണേണ്ടത് എഫ് ഓഫ് 2 ആണ്. അതായത് എഫ് ഓഫ് എക്സില് എക്സ് കാണുന്നോടത്തൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താണ്? 3x² പ്ലസ് എക്സ് ആണ്. അവിടെ എക്സ് കാണുന്നോടത്തൊക്കെ 2 കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 2² പ്ലസ് 2. ദാറ്റ് ഈസ് 2² എന്ന് പറയുമ്പോൾ എന്താണ്? 4. 4 × 3 എന്ന് പറയുമ്പോൾ 12. 12 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 14. ശരിയല്ലേ? 14 മീറ്റർ എന്ന് കിട്ടും അല്ലെ? ശരിയല്ലേ? ഇനി നമുക്ക് കാണേണ്ട എന്താ? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത്. ഈ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സില് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അതായത് എഫ് ഓഫ് എക്സില് എഫ് ഓഫ് എക്സ് നോട്ട് എന്താ തന്നിട്ടുണ്ട്? 2 ആണ് തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് എന്താ തന്നിട്ടുണ്ട്? 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് 2 പ്ലസ് 0.5 എന്ന് പറയുമ്പോൾ എന്താ വരിക? എഫ് ഓഫ് 2.5. അതാണ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 2.5 ആണ്. ഈ എഫ് ഓഫ് 2.5 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സില് എക്സ് കാണുന്നോടത്തൊക്കെ 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതല്ലേ? അതിലൊക്കെ 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ദാറ്റ് ഈസ് 3 × 2.5 ഹോൾ സ്ക്വയർ പ്ലസ് 2.5. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ആൻസർ വരുന്നത്? ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 3 × 2.5 ഹോൾ സ്ക്വയർ പ്ലസ് കാൽക്കുലേറ്റർ എടുത്തൊന്ന് ആഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരിക 21.25 മീറ്റർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാം ആയോ നോക്കിക്കേ. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെൽ വൈ ബൈ ഡെൽ എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിന്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 21.25 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ടിന്റെ ആൻസർ എന്താ കിട്ടിയത്? 14 ഡിവൈഡഡ് ബൈ ഡെൽ എക്സ്. ഡെൽ എക്സ് എന്ന് പറയുന്നത് 0.5. ഇത് നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ദാറ്റ് ഈസ് 21.25 മൈനസ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 21.25 മൈനസ് 14 എന്ന് പറയുമ്പോൾ നമുക്ക് 7.25 എന്ന് കിട്ടും. ശരിയല്ലേ? ഈ 7.25 ഡിവൈഡഡ് ബൈ 0.5. 7.25 ഡിവൈഡഡ് ബൈ 0.5 നമുക്ക് ആൻസർ വരിക 14.5. ഇത് വെലോസിറ്റി ആണ് അല്ലെ? ആവറേജ് വെലോസിറ്റി അല്ലെ ഫൈൻഡ് ചെയ്യാം. വെലോസിറ്റിയുടെ ഇതെന്താണ് വരുന്നത്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അത്ര ചെയ്യാനുള്ളൂ. ഇതാണ് ഇക്വേഷൻ. അതിലിട്ട് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ആദ്യം ഒന്ന് എടുത്തെഴുതി എന്നിട്ട് അത് നമ്മൾ ചെയ്തു. ദെൻ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ, അറിയാത്തതല്ല, +2 പഠിച്ചതാണ്. y ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ എഫ് ഓഫ് എക്സ് എവിടുന്ന് കിട്ടുന്നില്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഈ y-നെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ അത് മാത്രം മാറ്റിയാൽ മതിയല്ലോ അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് നോട്ട് 2ഉം 0.5 ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എക്സ് നോട്ട് ഈക്വൽ ടു 2 തന്നെയാണ്. ഡെൽ എക്സ് എന്ന് പറയുന്നത് 0.01.
ഓക്കെ. അപ്പൊ ഇതേപോലെ നമുക്ക് ആവറേജ് വെലോസിറ്റി കാണാം. ആരൊക്കെ കാണാം? എഫ് ഓഫ് എക്സ് നോട്ട് കാണാം. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ടു നമ്മൾ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇത് മാത്രം മാറണുള്ളൂ. എക്സ് നോട്ടും ഡെൽറ്റ എക്സും മാത്രം മാറണുള്ളൂ. എഫ് ഓഫ് ടു നമ്മൾ നേരത്തെ ആദ്യം കണ്ടെത്തി വെച്ചതാണ്. എഫ് ഓഫ് ടുയുടെ ആൻസർ എന്താ നമുക്ക് കഴിഞ്ഞതിലും എക്സ് നോട്ടിന്റെ വാല്യൂ 2 തന്നെ ആയിരുന്നില്ലേ? അപ്പൊ എഫ് ഓഫ് ടുയുടെ ആൻസർ എന്താ കിട്ടിയിരുന്നത്? 14 ആയിരുന്നു അല്ലെ? 14 മീറ്റർ. ഇനി എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 2 പ്ലസ് ഡെൽ എക്സ് എന്ന് പറയുമ്പോൾ 0.01 ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2.01 വരും. ശരിയല്ലേ? ഇത് നമ്മള് എക്സ് കാണുന്നിടത്തൊക്കെ 2.01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 14.1303. ചെയ്ത് നോക്കിയാൽ മതി. 14.1303 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. നമുക്ക് എന്താ ആവശ്യം? ഡെൽ വൈ ബൈ ഡെൽ എക്സ് ആണ്. ഡെൽ വൈ ബൈ ഡെൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് ആണ്. ശരിയല്ലേ? അപ്പൊ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിന്റെ ആൻസർ എന്താ കിട്ടിയ? 14.1303 മൈനസ് എഫ് ഓഫ് 2 എഫ് ഓഫ് എക്സ് 14 ഡിവൈഡഡ് ബൈ ഡെൽ എക്സ്. ഡെൽ എക്സ് എന്ന് പറയുന്നത് 0.01 ദാറ്റ് ഈസ് ഈക്വൽ ടു പോയി കഴിഞ്ഞാൽ 0.1303 ഡിവൈഡഡ് ബൈ 0.01. കാൽക്കുലേറ്റർ എടുത്ത് നോക്കുക, ചെയ്ത് നോക്കുക. ആൻസർ വരിക 13.03 മീറ്റർ പെർ സെക്കൻഡ്. എളുപ്പല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എക്സ് നോട്ടും ഡെൽ എക്സും ഒന്ന് മാറ്റിത്തരാം. സെയിം ക്വസ്റ്റ്യൻ y = 3x² + x തന്നെയാണ്. അതില് ഈ ക്വസ്റ്റ്യൻ നിങ്ങളും ചെയ്യാം. നിങ്ങളിപ്പോ എക്സ് നോട്ട് ഈക്വൽ ടു 4, ഓക്കെ, ഡെൽ എക്സ് ഈക്വൽ ടു 0.5. ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ആക്കി ചെയ്തല്ലോ. എക്സ് നോട്ട് രണ്ടിലും ഒന്നായിരുന്നു, ഡെൽ എക്സ് മാറിയിരുന്നു. ഇവിടെ എക്സ് നോട്ട് മാറ്റുണ്ട്, ഡെൽ എക്സും മാറ്റുണ്ട്. ഓക്കെ. അത് വെച്ചിട്ട് മറ്റേ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? let y is equal to x² + 3x. represent the distance a bus. Question ശ്രദ്ധിക്കുക. A bus has traveled in meters after x second. Find the instantaneous velocity at the time x naught equal to 4 second. Okay, question കണ്ടില്ലേ? എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? y is equal to എന്താണ്? y is equal to x² + 3x ആണ്. ഓക്കെ. അതെന്താണ്? റെപ്രസെന്റ് ഡിസ്റ്റൻസ് എ ബസ് ഹാസ് ട്രാവൽഡ് ഇൻ മീറ്റേഴ്സ്. ഒരു ബസ് ട്രാവൽ ചെയ്യുന്നതാണ്. ആഫ്റ്റർ x സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഫൈൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ദ ടൈം x നോട്ട് ഈക്വൽ ടു 4. നമ്മളോട് കാണാൻ പറഞ്ഞത് ഒരു ബസ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y എന്ന് പറയുന്നത്, വൈനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കണേ കേട്ടോ. അത് എത്രയും തന്നിട്ടുണ്ട്? x² + 3x ആണ്. നിങ്ങളോട് കാണാൻ പറഞ്ഞത് എന്താണ്? അതിന്റെ വെലോസിറ്റി അല്ല, അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് ഏതാന്നാ പറഞ്ഞിട്ടുണ്ട്? 4 ആണെന്നും തന്നിട്ടുണ്ട്. എക്സ് നോട്ട് ഈക്വൽ ടു 4 ആവുന്ന ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണുക പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ആവറേജ് വെലോസിറ്റി തന്നെ കാണുക. ആവറേജ് വെലോസിറ്റിയില് ഡെൽ എക്സിനെ 0ലേക്ക് വിടുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ. ഇപ്പൊ ആവറേജ് വെലോസിറ്റി കാണാൻ നമ്മൾ പഠിച്ചതാണല്ലോ അല്ലെ? അതന്നെ ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് ആദ്യം ആരെ കാണണം? ആവറേജ് വെലോസിറ്റി കാണണം. ആവറേജ് വെലോസിറ്റി ആണ് ഡെൽ വൈ ബൈ ഡെൽ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആരൊക്കെ വേണം? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വേണം, എഫ് ഓഫ് എക്സ് നോട്ട് വേണം. എഫ് ഓഫ് എക്സ് നമ്മളെ കയ്യിലുണ്ട്. എക്സ് നോട്ട് 4 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആരെ കാണാം? എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 4 ആയതുകൊണ്ട് എഫ് ഓഫ് 4. എഫ് ഓഫ് 4 പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ അല്ലെങ്കിൽ വൈയിൽ എക്സ് കാണുന്നിടത്തൊക്കെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 4² + 3 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 + 12 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 16 + 12 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? യെസ്,
ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക 16 + 12 എന്ന് പറയുമ്പോൾ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 28 വരും. ശരിയല്ലേ? 28 മീറ്റർ. ഇനി നമുക്ക് എന്താ കണ്ടത്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്താ തന്നിട്ടുണ്ട്? 4 ആണ്. ഡെൽറ്റ എക്സ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഡെൽറ്റ എക്സ് ആയിട്ട് തന്നെ ഇടുക എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ്. ഇനി ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? നേരത്തെ കണ്ട പോലെ തന്നെ എഫ് ഓഫ് എക്സില് എക്സ് കാണുന്നോടത്തൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4 പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുക. ഇവിടെ എക്സ് ആയിരുന്നു, ഇവിടെ എന്താണ്? 4 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ ഇവിടെ എക്സ് കാണുന്നോടത്തൊക്കെ നമ്മൾ ആരെ കൊടുക്കണം? 4 പ്ലസ് ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? എക്സ് സ്ക്വയർ. എക്സ് ഇവിടെയാണ്, അതിന്റെ സ്ഥാനത്ത് ഇവിടെ ആരല്ലത്? 4 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ എക്സ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതൊന്നും ചെയ്ത് നോക്കിക്കേ. 4 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 പ്ലസ് 2ab 2 ഇൻറ്റു 4 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ബി സ്ക്വയർ ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പൊ 3 ഇൻറ്റു 4 ആദ്യം ചെയ്യുക. 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 12 വരും പ്ലസ് 3 ഡെൽറ്റ എക്സ്. ഇപ്പൊ ഒക്കെ കിട്ടി. നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിന്റെ ആൻസർ എന്താ? ഇവിടെ ഒരു 16 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. അപ്പൊ അത് കൂട്ടി കഴിഞ്ഞാൽ 28. ഇവിടെ ഒരു 8 ഡെൽറ്റ എക്സ് ഉണ്ട്, ഇവിടെ ഒരു 3 ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പൊ 8 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 11. ശരിയല്ലേ? പിന്നെ ഇവിടെ ആരല്ലത്? ഒരു ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. ബാക്കി എല്ലാവരും ആയില്ലേ? 16 12 കൂട്ടി 28. 8 ഡെൽറ്റ എക്സും 3 ഡെൽറ്റ എക്സും കൂട്ടിയാൽ 11 ഡെൽറ്റ എക്സ്. പിന്നെ ഇവിടെ ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആയി മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് ആൻസർ കിട്ടിയത് എത്രയാണ്? 28 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി. ഈ 28ഉം 28ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരാ അവിടെ ഉള്ളത്? 11. രണ്ടിലും ഡെൽറ്റ എക്സ് കോമൺ ആയിട്ടുണ്ട് അല്ലെ? 11 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതിന്ന് ഒരു ഡെൽറ്റ എക്സ് പുറത്തെടുക്കുക, ഇവിടുന്ന് കൊടുക്കുക, എന്നിട്ട് ഇത് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. ശരിയല്ലേ? ഡെൽറ്റ എക്സ് പുറത്ത് വന്നാൽ എന്താ വരിക? ഡെൽറ്റ എക്സ് പുറത്ത് വന്നാൽ 11. ഇവിടെ ഒരു ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ ഒരു ഡെൽറ്റ എക്സ് പോന്നാൽ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ വരിക? നമ്മുടെ ആവറേജ് വെലോസിറ്റി എന്താ വരിക? ഡെൽ വൈ ബൈ ഡെൽ എക്സ് എന്താ കിട്ടിയ? 11 പ്ലസ് ഡെൽറ്റ എക്സ്. നമ്മളോട് കാണാൻ പറഞ്ഞ ആവറേജ് വെലോസിറ്റി അല്ല, നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ആവറേജ് വെലോസിറ്റിയില് ഡെൽറ്റ എക്സിനെ 0ലേക്ക് വിടുക. അപ്പൊ നമ്മുടെ ആവറേജ് വെലോസിറ്റി ഏതാണ്? 11 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. Therefore ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുക്കുക. അപ്പൊ നമ്മുടെ വെലോസിറ്റി therefore our instantaneous velocity is delta x tends to 0. ആവറേജ് വെലോസിറ്റിയിൽ ഡെൽറ്റ എക്സിനെ 0ലേക്ക് വിട്ട് കഴിഞ്ഞാൽ ബാക്കി ആരാണ് വരിക? 11 വരും. 11 പ്ലസ് ഡെൽറ്റ എക്സ് 0ലേക്ക് പോയാൽ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? ആവറേജ് വെലോസിറ്റി കണ്ടു. ആവറേജ് വെലോസിറ്റിയിൽ ഡെൽറ്റ എക്സിനെ 0ലേക്ക് പ്ലേസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത്. Let y is equal to x square plus 10x. Represent the distance a bus has travelled in meters after x second. Find the instantaneous velocity at an arbitrary time x naught. At what time is the instantaneous velocity 10 meter per second? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? y നമുക്ക് തന്നിട്ടുണ്ട്, അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താണ്? y is equal to എഫ് ഓഫ് എക്സ് is equal to എക്സ് സ്ക്വയർ പ്ലസ് 10x ആണ് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാണ് ഒരു ബസ്. ആഫ്റ്റർ എക്സ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മളോട് എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാൻ പറഞ്ഞു. അറ്റ് ആർബിട്രറി ടൈം എക്സ് നോട്ട്.
ടൈം നേരത്തെ നമുക്ക് എക്സ് നോട്ട് ഈക്വൽ ടു ഇത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അതൊന്നും തന്നിട്ടില്ല. ഇവിടെ എന്താ അവർ പറഞ്ഞത്, ആർബിട്രറി ടൈം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എക്സ് നോട്ടിലോട്ട് നമ്മൾ എക്സ് നോട്ട് ആയിട്ട് തന്നെ കൊടുക്കുക, വാല്യൂ കൊടുക്കാനില്ല. ഓക്കെ, അതാണ് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതെന്താ പറഞ്ഞത്, അറ്റ് വാട്ട് ടൈം ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. എപ്പോഴാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആവുക, 10 മീറ്റർ പെർ സെക്കൻഡ് ആവുക? ഈ രണ്ട് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താ കാണാൻ പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണുക, ആവറേജ് വെലോസിറ്റിയിലെ ഡെൽ എക്സിനെ സീറോയിലേക്ക് വിടുക. അതാണല്ലോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആണല്ലോ, നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. ആവറേജ് വെലോസിറ്റി എന്താണ്, ഡെൽ വൈ ബൈ ഡെൽ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പൊ നമുക്ക് ആദ്യം ആരെ കാണണം, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിനെ കാണണം. ശരിയല്ലേ? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, അതായത് ഇവിടെ എഫ് ഓഫ് എക്സിൽ എക്സിന്റെ സ്ഥാനത്ത് മാറ്റിയിട്ട് ആരെ കൊടുക്കുക, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പൊ അതിന്റെ ആൻസറിലും എക്സ് കാണുന്നോടത്തൊക്കെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പൊ എന്താ വരിക, മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. മാറ്റി കൊടുത്തു കഴിഞ്ഞാല് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്താ വരിക, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു എക്സ് ആണ്. എക്സ് കണ്ണോടത്ത് ആരെ കൊടുക്കണം, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ എക്സ് കണ്ണോടത്തൊക്കെ എക്സ് നോട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എക്സ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതിന് നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. എന്താ സംഭവിക്കുക, എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 10 എക്സ് നോട്ട് പ്ലസ് 10 ഇൻറ്റു ഡെൽറ്റ എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു എക്സ് നോട്ട് മൈനസ്, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, അപ്പൊ ഇവിടെ അത് മൈനസ് ആയി മാറും, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യാം. എക്സ് നോട്ട് സ്ക്വയർ ഉണ്ട്, എക്സ് നോട്ട് സ്ക്വയർ ക്യാൻസൽ ആയി. ഇവിടെ ഒരു 10 എക്സ് നോട്ട് ഉണ്ട്, ഇവിടെ 10 എക്സ് നോട്ട് ഉണ്ട്, ക്യാൻസൽ ആയി. ബാക്കി ആരൊക്കെയാണ് അവിടെ ഉള്ളത് നോക്കിക്കേ, 2 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് ഉണ്ട്, ഒരു ഡെൽറ്റ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 10 ഡെൽറ്റ എക്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഉണ്ട്. ഇതിലൊക്കെ ഡെൽറ്റ എക്സ് ഇല്ലേ, കോമൺ ആക്കി ഔട്ട് സൈഡ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ വരിക, ഇവിടുന്ന് ഡെൽറ്റ എക്സ് വന്ന 2 എക്സ് നോട്ട് പ്ലസ്, ഇവിടുന്ന് ഡെൽറ്റ എക്സ് വന്ന ഡെൽറ്റ എക്സ് പ്ലസ്, ഇവിടുന്ന് ഡെൽറ്റ എക്സ് വന്ന 10 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുക, ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആരല്ലത്, 2 എക്സ് നോട്ട് പ്ലസ് 10 പ്ലസ് ഡെൽറ്റ എക്സ്. ഇതാണ് ആവറേജ് വെലോസിറ്റി. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ആർബിട്രറി ടൈം എക്സ് നോട്ട്. എക്സ് നോട്ടിന് മാറ്റമൊന്നുമില്ല, വാല്യൂ തന്നിട്ടില്ല. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആവറേജ് വെലോസിറ്റിയിലെ ഡെൽറ്റ എക്സിനെ എന്തിലേക്ക് വിടുക, സീറോയിലേക്ക് വിടുക. അപ്പൊ ഇതാണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയിലെ ഡെൽറ്റ എക്സിനെ സീറോയിലേക്ക് വിടുക. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ നമ്മുടെ ആര് കിട്ടും, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. അതെന്താ വരിക, 2x naught plus 10 plus 0. That is 2x naught plus 10. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആയി. ഓക്കെ അല്ലേ? അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് വാട്ട് ടൈം ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ഏത് ടൈമിലാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആവുക എന്നുള്ളതാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇപ്പൊ എന്താ കിട്ടിയത് മക്കളെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താ കിട്ടിയത്, 2x നോട്ട് പ്ലസ് 10. ഇതെപ്പോഴാ 10 മീറ്റർ പെർ സെക്കൻഡ് ആവുക, ഏത് ടൈമിലാണ്? ടൈം എന്ന് പറയുമ്പോൾ എക്സ് നോട്ട് ആണ് കൊടുക്കേണ്ടത്. എക്സ് നോട്ടിന്റെ വാല്യൂ ഏതാവുമ്പോഴാണ്, ടു വിച്ച് ടൈം ഏതാവുമ്പോഴാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആവുക? വലിയ പണിയും ആലോചിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഉണ്ടോ?
എക്സ് നോട്ടിന്റെ വാല്യൂ 0 ആവുക. ശരിയല്ലേ? എക്സ് നോട്ട് 0 ആവുമ്പോഴല്ലേ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 കിട്ടുക. വേറെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 കിട്ടുമോ? ഇല്ല. എന്തെന്നെ ആവണം അവിടെ? എക്സ് നോട്ട് ഈക്വൽ ടു എന്താവണം? 0. അപ്പൊ അവിടെ എഴുതി കൊടുക്കുക. required okay, hence the instantaneous velocity will be 10 meter per second when 2x naught plus 10 is equal to 10, that is x naught equal to 0 second at the starting point. x naught equal to 0 എന്ന് പറയുമ്പോൾ എപ്പോൾ തന്നെയാണത്? എപ്പോഴാണ് 10 ആവുക? സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് അത് എന്തായിട്ട് മാറുക? 10 ആയിട്ട് മാറുക. ഓക്കെ, താങ്ക് യു.